ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വൈറ്റ് റോക്ക് ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലമാണ്. കോളറൈൻ്റെ അടുത്താണ് ഈ സംഭവം. ഡൺലൂയിസ് കാസിൽ കണ്ടവർക്ക്, ഡൺലൂയിസ് കാസിൽ അതിൻ്റെ ലൊക്കേഷൻ അറിയുന്നവർക്ക് അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് വരിക. ഈ ബീച്ചിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് കുറച്ചൊരു ഇറ്റാലിയൻ ഉള്ള ഒരു ബീച്ചാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ഒരു ലൈം സ്റ്റോൺ ടച്ചുള്ള ആ ഒരു ഫീല് നമുക്ക് കിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഇതൊരു ലോങ് സ്ട്രെച്ച് ആയിട്ടുള്ള 3 മൈൽസോളം നീണ്ടു നിൽക്കുന്ന ഒരു ബീച്ചാണ്. പിന്നെ വൃത്തി ആൻഡ് സോ ക്ലീൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറേ നടക്കാനുള്ള സ്ഥലം ഏരിയ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വൈബ് ചെയ്യാം. കുറച്ച് ഒരു കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ, ഗ്രില്ലൊക്കെ അവിടെ വെച്ച് ചെയ്യാനും അങ്ങനെ എനിക്ക് പറ്റുന്ന ഒരു ഏരിയയാണ്. കാരണം എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, ആ കുറേ ഗുഹകളുണ്ട്. ആ ഗുഹകളുടെ ഇടയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ആളുകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്തുമ്പോൾ ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ കാണുന്നു. അതൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണ് ബാക്ക്ഗ്രൗണ്ട്. അത് കാരണം ഭയങ്കര ആളുകളൊക്കെ വന്ന് പോകുന്ന ഒരു സ്ഥലം. പിന്നെ ക്ലൈമറ്റ് അറിയാലോ, ഇന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു. എൻ്റെ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നത് കൊണ്ടാണ് ആക്ച്വലി ഞങ്ങൾ ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ ഒരു 6 മണിയായി എനിക്ക്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടുത്തെ സൺസെറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. സമ്മറിൽ ഒരു 9:30 വരെയൊക്കെ കണ്ണുണ്ടാവും. അപ്പോൾ നമുക്ക് രാവിലെ മുതൽ കുറേ സമയം ഡേ ടൈം കൂടുതലാണ്. അപ്പോൾ 6 o'clock ഇറങ്ങിയാലും നമുക്കൊരു 9 o'clock വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ അന്ന് 9 o'clock വരെ ഇവിടെ സ്പെൻഡ് ചെയ്തു. ഈ ബീച്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയ പാർട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ ആർച്ച്. ആ ആർച്ചിൻ്റെ അവിടെ നിന്ന് ഒരുപാട് പേര് ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്, റീൽസ് ഇട്ടിട്ടുണ്ട്. ആ ആർച്ച് തപ്പിയായിരുന്നു എൻ്റെ ആദ്യത്തെ കുറച്ച് നേരത്തെ നടത്തം. എവിടെയാണ് ഈ സംഭവം? കാരണം വൈറ്റ് റോക്ക് ബീച്ച് എന്ന് പറയുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നിരുന്ന ഒരു ഇൻസ്റ്റാ പിക്ചറിൽ ആ ആർച്ച് ഉണ്ടായിരുന്നു. നേച്ചറായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആർച്ച്. അപ്പം ഞാൻ പിന്നെ വെറുതെ വിട്ടില്ല, കുറച്ച് റീൽസ് മാതിരിയുള്ള കുറച്ചൊക്കെ എടുത്തു. ആൻഡ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്നത് സീലോട്ടായത് കാരണം തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കൂടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനും രസമാണ്. അവിടെ ഫുൾ ഡേയ്സി പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നല്ല വൈബുള്ളൊരു ബീച്ചാണിത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ബീച്ച് ഇൻ നോർത്തേൺ അയർലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനും പറ്റും. അത്ര ടൈഡൽ ഇതൊന്നും ഭയങ്കരമായിട്ടില്ല. അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങളിങ്ങനെ അവിടെ കുറച്ച് നേരം വൈബ് അടിച്ച് നിന്നു. ഏറെക്കുറെ ഒരു 9 മണിയോളം ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അമ്മയ്ക്ക് കുറച്ചും കൂടി കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളം നല്ല തണുപ്പാണ്, നമ്മുടെ നാട്ടിലെ പോലെയല്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. അന്നത്തെ സൺസെറ്റ് ഒരു ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു സൺസെറ്റ് തന്നെയായിരുന്നു. ഞങ്ങൾ പോരുന്ന സമയത്ത് ഒരു പാർക്കിംഗ് സ്പോട്ട് കണ്ടപ്പോൾ അവിടെ നിർത്തി ഈ സ്കൈൻ്റെ കളറൊക്കെ പാടെ കണ്ടപ്പോൾ ഇവിടുത്തെ സ്കൈ ഭയങ്കര കളറാണ്. ഒരു ക്യാമറയിലെടുത്തത് പോലും അല്ല, ശരിക്കും കണ്ടുകൊണ്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ലാവെൻഡർ പർപ്പിൾ കളറൊക്കെ വരും. പിന്നെ ഇവിടുത്തെ സ്കൈയിലെ ക്ലൗഡ്സ് എപ്പോഴും ഭയങ്കര സർപ്രൈസിങ് ആയ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനൊരു നല്ല അടിപൊളി സൺസെറ്റ് കണ്ടിട്ട് ഞങ്ങൾ അന്നത്തെ ദിവസം ഏറെക്കുറെ അവസാനിപ്പിച്ചു. അതിൻ്റെ മെമ്മറി ഞാൻ എല്ലായിടത്തും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ സൺസെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വേറെ നല്ലൊരു വീഡിയോയിൽ വരാം.